ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ കറിയാണ്. അപ്പോൾ ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി, 2-3 പച്ചമുളക്, ഒരു സവാള, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു കുക്കറിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ട് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്നും വഴണ്ടി വരണ്ട, 2-3 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഈ പച്ചക്കറിയുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റും ബീൻസും ഒക്കെ ആഡ് ചെയ്യാം. ഒരു ക്യാരറ്റും 2-3 ബീൻസൊക്കെ ഇട്ടാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് കിട്ടും. എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നന്നായിട്ടത് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പിന്നെ ഒരു 2 മിനിറ്റ്സ് ഒന്ന് ആ ഒരു മണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 2-3 വിസിൽ കേൾപ്പിക്കാം. വിസിൽ കേട്ട് അത് നന്നായിട്ടൊന്ന് വെന്ത് വരും. എന്നിട്ട് നമുക്ക് അതിൻ്റെ പ്രഷറെല്ലാം കളഞ്ഞ് അതൊന്ന് എടുത്തിട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ എടുത്ത് അതിൻ്റെ തേങ്ങാപ്പാലെടുക്കണം. തേങ്ങാപ്പാലെടുത്ത് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുമ്പം നമുക്ക് ഈ പൊട്ടറ്റോസ് വേണമെങ്കിൽ ഒന്ന് അതിനകത്ത് വെച്ച് തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കാം. കഷ്ണമായിട്ട് കിടക്കണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കാം. അപ്പോൾ നല്ല കുറുകിയതായിട്ടിരിക്കും. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴേ ഓൾറെഡി നന്നായിട്ട് കുറുകും. എന്നിട്ട് നമുക്ക് ആ തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് എരി കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നല്ല പൊട്ടറ്റോ കറിയാണ്. നമുക്കൊരു 10 മിനിറ്റിനകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ കറിയാണ്. നല്ല ടേസ്റ്റിയും ആയിട്ടുള്ളൊരു പൊട്ടറ്റോ കറി. നമുക്കിത് പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ കറിയാണ്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.